ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആവേശപൂർവ്വം സംഘടിപ്പിച്ചു. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച ആഘോഷത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഓണപ്പാട്ടുകൾ ആലപിച്ച് മാവേലിയെ വരവേറ്റു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണപ്പൂക്കളം ഒരുക്കലും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങൾ ചേർത്തൊരുക്കിയ ഓണസദ്യ ആഘോഷത്തിന് കൂടുതൽ മികവേകി. അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ചിരുന്ന് ഓണസദ്യ ആസ്വദിച്ചതോടെ സ്കൂൾ അന്തരീക്ഷം സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും വേദിയായി. തുടർന്ന് നടന്ന വടംവലി മത്സരം ആവേശകരമായി. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെ മത്സരം ശ്രദ്ധേയമായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അർഹരായ വിദ്യാർത്ഥികൾക്കും മാനസ ഗ്രാമത്തിലെ ആളുകൾക്കുമായി ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. സ്നേഹത്തിന്റെയും കരുതലിന്റെയും സന്ദേശമുയർത്തിപ്പിടിച്ച് ആകെ 50 ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. ആഘോഷത്തിന്റെ സന്തോഷം സമൂഹത്തിലെ അർഹരായവരിലേക്കും പങ്കുവച്ചത് പരിപാടിയുടെ പ്രത്യേകതയായി. ഓണാഘോഷം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും അതിഗംഭീരമായിട്ട് തന്നെ നടന്നു. ഓണസദ്യ വിദ്യാർത്ഥികൾ അവരവരുടെ വീട്ടിൽ നിന്നും കറികൾ കൊണ്ടുവരികയും എല്ലാവർക്കും വേണ്ട കറികൾ കൊണ്ടുവരികയും എല്ലാവരും ചേർന്ന് ഇവിടെ അതിഗംഭീരമായ രീതിയിൽ ഓണസദ്യ നടത്തുകയും പല പരിപാടികൾ ചെണ്ടമേളം, ശിങ്കാരിമേളം, ഗ്രൂപ്പ് ഡാൻസ്, തിരുവാതിര, അങ്ങനെയുള്ള വടംവലി, അങ്ങനെയുള്ള പ്രമുഖ ഓണക്കളികളെല്ലാം ആയി അതിഗംഭീരമായ ഒരു ഓണാഘോഷ പരിപാടി നടത്തുകയും ഒപ്പം നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെ മാവേലിയായിട്ട് വരികയും ചെയ്തു. നല്ല രീതിയിൽ തന്നെയാണ് ഓണാഘോഷ പരിപാടി നടന്നത്. ഈ ഓണാഘോഷ പരിപാടി ഗംഭീരമാകുമ്പോൾ തന്നെ നമ്മൾ വേറൊരു തരത്തിൽ കുറേ സഹായങ്ങളും നടത്തിയിരുന്നു. നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും പിരിച്ച കുറേ സാധനങ്ങൾ നിർദ്ധയരായ വിദ്യാർത്ഥികൾക്കും നമ്മുടെ തെക്കേ ഗ്രാമത്തിൽ കുറച്ച് സാമ്പത്തികമായി പുറകെ നിൽക്കുന്ന ജനങ്ങൾക്കും വിതരണം 50ഓളം കിറ്റുകൾ വിതരണം നടത്തുകയും അതിന് സമനസ്സുകളായ ഒരുപാട് വ്യക്തികളിൽ നിന്നുള്ള സഹായവും ഒപ്പം ടീച്ചേഴ്സ് കുട്ടികളിൽ നിന്നുള്ള സഹായങ്ങളും നൽകിയിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ T. ഗിരി, പ്രധാനാധ്യാപിക KG ബിനീത, സ്റ്റാഫ് സെക്രട്ടറി K. കുമാർ എന്നിവർ നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്.